എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത. വെൽക്കം ബാക്ക് ടു വിനി ഈസി റെസിപ്പി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അവിലുകൊണ്ടുള്ളൊരു ബർഫിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അവിൽ ബർഫി. 10 മിനിറ്റേ പിടിക്കുള്ളൂ. പിന്നെ അവിലും കുറച്ച് പാലും പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബർഫി തയ്യാറാക്കാം. ദീപാവലിയാണ് വരുന്നത്. കുറച്ച് സ്വീറ്റ് ഡിഷസിൻ്റെ വീഡിയോസ് ഇടണമെന്ന് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതും കൂടിയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണു. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പോയിട്ട് അവൽ ബർഫി ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അവലിൻ്റെ ബർഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അവലാണ് എടുത്തേക്കണത്. ഇത് വല്ലാണ്ട് കട്ടിയുള്ള അവിലോ അല്ലെങ്കിൽ വല്ലാണ്ട് കനം കുറഞ്ഞ പേപ്പർ പോലത്തെ അവിൽ വരില്ലേ, അത് രണ്ടും എടുക്കരുത് കേട്ടോ. ഇത് ഞാൻ അവലിൻ്റെ ഉപ്മാവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോഹാന്ന് എഴുതി വരുന്ന പാക്കറ്റിലെ അവിലില്ലേ, അതാണ് ഉപയോഗിച്ചത്. 1 കപ്പ് അവൽ ഞാനിങ്ങനെ അരിപ്പ വെച്ചിട്ട് അതിലിട്ട് കൊടുത്തു. കാരണം ഇത് നമുക്ക് ഒന്ന് നനച്ച് കുതിരണം. അതിന് വേണ്ടിയിട്ട് അരിപ്പ പാത്രത്തിന് മീതെ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കിയിടുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് കുതിരുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ അവിൽ പിന്നെ കുതിർന്നിട്ടില്ലെങ്കിൽ പിന്നെയും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് കുതിർന്ന് കിട്ടണം, കടിക്കരുത് ഉള്ളിൽ. നമ്മൾ തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ കുതിർന്നുണ്ടോയെന്ന്. പിന്നെ നന്നായിട്ട് ഉലർന്നും വരണം, അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ അവിൽ നന്നായിട്ട് കുതിർന്നു വന്നു, കണ്ടോ? ഒറ്റയ്ക്കായി. ഇതിപ്പോൾ നമ്മളെ കൈ വിരൽ വെച്ച് അമർത്തി നോക്കിയാലേ അത് നന്നായിട്ട് ഇങ്ങനെ ഉള്ള് ഉടഞ്ഞ് ഇങ്ങനെ കിട്ടും. അതാണ് കേട്ടോ അതിൻ്റെ പാകം. ഈ ഒരു പാകത്തിലാവണം. ഇനി നമുക്ക് സ്പൂണ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിടാം. ഇപ്പം നമ്മുടെ അവിൽ കുതിർന്ന് നന്നായി പാകമായി. ഇനി നമുക്ക് പെട്ടെന്ന് ബർഫി ഉണ്ടാക്കാം. ബർഫി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യിലുണ്ടാക്കണം. അതാണല്ലോ അതിൻ്റെ സ്വാദ്. റീഫൈൻഡ് ഓയിൽ ഉണ്ടാക്കാനൊക്കെ പറ്റും, പക്ഷേ ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നെയ്യിലുണ്ടാക്കണം. അപ്പോൾ 1 സ്പൂൺ നെയ്യ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ നെയ്യ് നന്നായിട്ട് ഉരുകിയിട്ടോ. തീ നന്നായിട്ട് ലോയിൽ വെക്കണം. എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ച് അവിൽ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ചട്ടുകം വെച്ച് കുറേശ്ശെ ഉടച്ചും കൊടുത്തോളൂ. ഇളക്കി കൊടുക്കുക. ഈ അവിലിൻ്റെ നിറം മാറാൻ പാടില്ല. അത് കാരണമാണ് പറഞ്ഞത് തീ നന്നായിട്ട് ലോയിൽ വെക്കണം. പിന്നെ ഇതിൻ്റെ നനവ് നമ്മൾ വെള്ളത്തിൻ്റെ അംശം കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അതിനെ വറക്കണത്. ഇത് അവിലിൻ്റെ നിറം മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് മതി കേട്ടോ. 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായി പോയി കിട്ടും. 5 മിനിറ്റ് ഇളക്കുക നന്നായിട്ട്. അപ്പോൾ നമ്മുടെ അവലിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി 5 മിനിറ്റായി നമ്മൾ ഇളക്കണു. ഇനി നമുക്ക് ഒരു 1/4 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് കുറച്ച് കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ 1 കപ്പ് വേണ്ടി വരില്ല, 1/4 കപ്പ് തന്നെ വേണ്ടു. നമ്മൾ 1 കപ്പ് അവിലാണല്ലോ ഇട്ടത്. 1/2 തൊട്ട് 1/4 കപ്പ് വരെ ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഉടച്ചും കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അവിൽ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാലിൽ ഈ അവിൽ നന്നായിട്ട് വേവണം. അതിന് വേണ്ടിയാണ് ചെയ്യണത്. നന്നായിട്ട് ഇളക്കുക, ഒപ്പം ഉടയ്ക്കുക. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ഇതിനെ വേവിക്കാം. അടച്ച് വെച്ച് തീ ലോലന്നെ ഇരിക്കട്ടെ. ഒന്ന് നന്നായിട്ട് തിളച്ച് അവിൽ അതിൽ യോജിക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ പാലൊക്കെ വറ്റി. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല. പഞ്ചസാര ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല, നേരിട്ട് ചേർക്കുകയാണ്. അത് അതിൽ തന്നെ അലിഞ്ഞ് ചേർന്നോളും. നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലോണം. തീ വല്ലാണ്ട് ഹൈലൊന്നും വെക്കണ്ട, മീഡിയത്തിൽ വെച്ചാൽ മതി. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കണത് നമ്മുടെ ഉണങ്ങിയ നാളികേരല്ലേ, കൊപ്രയുടെ 2-3 കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അത് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അത് നിർബന്ധമുള്ളതൊന്നുമല്ല, ഓപ്ഷണൽ മാത്രമാണ്. ഉണ്ടെങ്കിൽ 2 ടീസ്പൂൺ ഉണങ്ങിയ നാളികേരത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തോളൂ. ഞാനിത് കൊപ്ര പൊടിച്ചാട്ടോ ഇട്ടത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇടുന്നത് ഏലക്കായ പൊടിച്ചാണ്. ഒരു 4-5 ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ചിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഈ സമയത്ത് ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഫുഡ് കളറൊന്നും ചേർക്കണില്ല, വീട്ടിൽ കഴിക്കാനുള്ളതല്ലേ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി പഞ്ചസാരയും ഏലക്കപ്പൊടിയും ഒക്കെ അതിൽ നന്നായിട്ട് പിടിക്കണം. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. ഇപ്പം നമ്മുടെ ബർഫി തയ്യാറാവാറായി. പാനിന്നൊക്കെ വിട്ട് പോരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് താത്തി വെച്ചോളൂ. ഒരു 2 മിനിറ്റും കൂടി ഇളക്കിയാൽ മതി. ഇപ്പം നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഒരു കേക്ക് ട്രേയിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ കുറച്ച് നെയ്യ് പുരട്ടി വെക്കണം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ബർഫി ഇട്ട് കൊടുക്കുക.
ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ബർഫി. നന്നായിട്ട് സെറ്റ് ചെയ്യാം. നമ്മുടെ വല്ല സ്പൂണോ അല്ലെങ്കിൽ ചട്ടുകോ വെച്ചിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. ഇപ്പം നല്ല സോഫ്റ്റ് ആണല്ലോ. അത് കുറച്ച് കഴിഞ്ഞാൽ അത് സെറ്റായിക്കോളും. നന്നായിട്ട് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ബർഫി നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ ചൂടോടെ അങ്ങനെ സെറ്റ് ചെയ്യണ കാരണം അത് സെറ്റായിക്കോളും പെട്ടെന്ന്. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി വിതറി കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി നമുക്ക് ഒന്ന് അതിനുള്ളിൽ സെറ്റ് ചെയ്ത് വെക്കാം. എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ചട്ടവും കൊണ്ടൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം സെറ്റായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് ചട്ടവും കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല കണ്ടില്ലേ, ഇതേപോലെ ഇരിക്കും. ഇനി നമുക്ക് ഈ ബർഫി ഒന്നുമില്ലേ റൂം ടെമ്പറേച്ചർ 1 മണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും. അതൊന്ന് സെറ്റാവണല്ലോ, നല്ലോണം തണുക്കുന്ന വരെ വയ്ക്കുക. അല്ലെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഞാൻ എന്തായാലും അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവാണ്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ബർഫി പുറത്തേക്ക് എടുത്തു. ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ അത് തീരെ ഒട്ടണില്ല. അപ്പോൾ നമുക്കത് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ മുറിച്ചെടുക്കാം. ഞാനിവിടെ അത് സ്ക്വയറായിട്ടാട്ടോ മുറിച്ചെടുക്കണത്. ഇങ്ങനെ ഓരോ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇതാ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബർഫി തയ്യാറായി. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. 10 മിനിറ്റേ വേണ്ടൂ. പിന്നെ അതിൻ്റെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിൽ എല്ലാതും വീട്ടിലുള്ളതൊക്കെ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക് യു.